തിരുപ്പുറം കുണ്ട്രം എന്ന് പറയുന്ന ശ്രീ മുരുക ഭഗവാന്റെ 7 പടൈ വീടുകളിൽ ഒന്നായ ഈ മഹാക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാൻ കോടതി പറഞ്ഞിട്ടും DMK സർക്കാർ അത് അനുവദിച്ചിരുന്നില്ല. BJP അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി. അണ്ണാമലയെ അറസ്റ്റ് വരിച്ചു. പക്ഷേ അതിലെല്ലാത്തിനും ഉപരി ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഈ പ്രതിഷേധത്തിൽ അവിടെ ഒരു ഭക്തൻ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന എന്താണ് പറയുന്നത്? നമ്മുടെ ഭരണഘടന ഭക്തന്റെ ആരാധനാ സ്വാതന്ത്ര്യം ഇത് മൗലിക അവകാശമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഇറങ്ങി പറയും, ഇതാ അവർക്ക് ഹിജാബ് ധരിക്കാൻ സാധിക്കുന്നില്ല, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇതാ ഇവർക്ക് ഹലാൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഇവരുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു, താടി വളർത്താൻ സാധിക്കുന്നില്ല, ഇവർക്ക് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ കോടതി പറഞ്ഞിട്ട് പോലും, അതായത് ഹിന്ദുവിൻ്റെ മതസ്വാതന്ത്ര്യം ഹിന്ദു കോടതിയിൽ പോയി എനിക്കിങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട് യുവർ ഓണർ, അത് അനുവദിച്ച് തരണമെന്ന് പറയുമ്പോൾ കോടതി അനുവദിച്ച് കൊടുത്തിട്ട് പോലും ആ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇവിടെ ഒരു ഭക്തൻ്റെ സ്വാതന്ത്ര്യം ഹനിച്ച ആ ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഒരു ഭക്തൻ 40 വയസ്സുകാരനായിട്ടുള്ള മധുരയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ മനം നൊന്ത് സ്വയം തീ കൊളുത്തി മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മധുരയിൽ നിന്ന് ഉള്ള റിപ്പോർട്ടാണ്. സർക്കാരിനോടുള്ള നിരാശ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ഒരു വോയിസ് മെയിലും അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ നിഖാബ് ധരിച്ചിരുന്ന ഒരു യുവതിയുടെ, നിതീഷ് കുമാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു ഡോക്ടർ യുവതിയുടെ നിഖാബ് വലിച്ച് താഴേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന യുവതി നിഖാബ് ധരിച്ച് വരികയാണ്. താഴേക്ക് ഇട്ടപ്പോൾ ആ യുവതി പറഞ്ഞിരുന്നു, ഞാൻ ഇനി ഡോക്ടർ പണിക്കില്ല, ഞാനിത് നിർത്തുകയാണെന്ന്. ഇവിടെ ചെണ്ടയും കൊട്ടിക്കൊണ്ടാണ് ഇവിടെയുള്ള മതമൗലികവാദികളും അതിനെ പിന്താങ്ങുന്ന മാധ്യമപ്രവർത്തകരും തെരുവിലിറങ്ങിയത്. കണ്ടോ, ആ യുവതിയുടെ മനം വിഷമിച്ചു എന്നാണ് ഇവരെല്ലാം പറഞ്ഞത്. എന്നാൽ മാന്യമായിട്ട് ഈ കാര്യം ഡീൽ ചെയ്ത ആൾക്കാരുമുണ്ട്. അവർ പറയുന്നത് നിഖാബ് എന്ന് പറയുന്നത് മതവിശ്വാസത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല, അതായത് വളരെ പ്രധാനമുള്ളൊരു സാധനമല്ല. പോരാത്തതിന് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ. അപ്പോൾ അങ്ങനെ അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ, തിരുപ്പുറം കുണ്ട്രത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അദ്ദേഹം തീ കൊളുത്തി മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് യാതൊരുവിധ വിലയുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭാര്യയും 2 ചെറിയ ആൺമക്കളുമാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒരു കാര്യവുമില്ല ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാലും, കാരണം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ മാത്രമേ അതിനുശേഷം വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് BJP തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.